ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് പോകുന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത് 10:30 ആകുമ്പോൾ ബാങ്ക് പോകാനായിരുന്നു. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടീൻ്റെ അവിടുന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നിയിട്ട് നമ്മൾ നേരെ ഷോറൂമിൽ പോകുന്നുള്ളതാണ്. ടാറ്റാൻ്റെ ഷോറൂമിലോട്ടാണ് പോകുന്നുള്ളത്. ഇതാ ഒരു ബ്ലറിങ് ഒന്നല്ല, അത് സ്പീക്കറിൻ്റെതാണ്. നോക്കേണ്ടി വരും. അത് ജസ്റ്റ് പാട്ടുണ്ട് എന്തെങ്കിലും ഇല്ലല്ലോ. അപ്പോൾ മെക്കാനിക്ക് വണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇവള് അവരെ കണ്ടിട്ട് എന്തൊക്കെയോ സൗണ്ടൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി സർവീസിൻ്റെ അവിടെ കയറ്റിയിട്ട് നമ്മളിവിടെ കസ്റ്റമർ ലോഞ്ചിൻ്റെ അവിടെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഹസ്ബൻഡിനെ നോക്കുവാണ്. അവിടെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇതിൽ ക്ലിയർ ഒന്നുമില്ല. പിന്നെ നമ്മളവിടെ ഇരുന്നിട്ട് കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. അപ്പോൾ ടി വിയിൽ ഇങ്ങനെ ഓരോ കോമഡി കണ്ടിട്ട് ചിരിക്കുമ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നിനക്ക് എപ്പോഴും ടി വി വെച്ചാൽ പോരെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വീട്ടിലാവുമ്പോൾ ടി വി ഒന്നും വെക്കാറില്ല. ഇതിപ്പോൾ ഇവിടെ ടി വി വെച്ചതുകൊണ്ട് നോക്കിയല്ല, അല്ലാതെ വീട്ടിൽ ടി വി ഒന്നും വെക്കാറില്ല. ഫ്രീ ഉണ്ടാകുമ്പോൾ ഫോൺ നോക്കിയിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണമെന്ന് അന്നേ ഉണ്ട് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഷോറൂമിൽ വന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത് നോക്കുന്നുള്ളതാണ്. ഒരു 15-ന് മുകളിലേക്ക് അധികം എടുക്കുന്നത് സെക്കൻഡ് വേരിയന്റ് വരുന്നില്ല. അതായത് ഇതിപ്പോൾ ബാറ്ററിയുടെ പാക്ക് വരുന്നത് ബാറ്ററി മൈൻഡ് വരും. അതിൻ്റെ 31 ഇതിൻ്റെ ടോപ്പ് ഓപ്ഷൻ, അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ 2 കിലോമീറ്റർ റേഞ്ച് സെയിം. അഡ്വഞ്ചർ 2 റേഞ്ച് ഉണ്ട് അഡ്വഞ്ചറിൽ. അപ്പോൾ അവർ ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയ്യിൽ കണ്ടിട്ട് ഇവളത് ചോദിക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ കുറച്ച് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. കുറച്ച് ഇങ്ങനെ കൊടുത്തതാണ്. പക്ഷെ ആൾ നല്ല ബഹളമായിരുന്നു അവിടുന്ന് അത് കൊടുക്കാതിരുന്നതുകൊണ്ട്. അപ്പോൾ ഇവരിവിടെ രണ്ടാളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ വണ്ടീൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. എന്ത് എന്ത് ഫോൺ ചാർജിന് വെച്ചിനാ? ആരെ ഫോണ്?
ആരുത് പോണ്ട, ഇങ്ങോട്ട് വാ. പപ്പൻ്റെയാ? വാ. അമ്മ അയ്യോ കേറാ. അമ്മക്കൊരു മത എന്തേ അപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ കാസർഗോഡ് പോവുകയാണ്. കാരണം ഹസ്ബൻഡിന് ഇന്ന് പർച്ചേസ് ഡേ ആണ്. ഇല്ലെങ്കിൽ അച്ഛനാണ് എല്ലാ ആഴ്ചയിലും സാധനം വാങ്ങിയിട്ട് ബസ്സിൽ കൊടുത്തു വിടാറ്. പക്ഷെ ഇന്ന് നമുക്ക് തന്നെ വരാനുള്ള കാരണം ഉണ്ടായതുകൊണ്ട് ഹസ്ബൻഡ് തന്നെ എടുത്തിട്ട് നേരെ അടൂർ പോവാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതാ നല്ല ഉറക്കമാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 2-3 സ്ഥലത്ത് നിന്ന് സാധനം എടുത്തിട്ട് നമ്മൾ നേരെ അടൂർ പോവും. ഇന്ന് എന്തായാലും ബാങ്കിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അടൂരിലേക്കും വേഗം എത്തണം. അപ്പോൾ പ്ലാൻ അതായിരുന്നു, ബാങ്കിൽ പോകണം എന്നിട്ട് അടൂർ പോകണം. പക്ഷെ നേരെ ഷോറൂമിൽ പോകേണ്ടി വന്നു. സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ അടൂർ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അടൂർ റൂമിലുണ്ട്. അപ്പോൾ ഇവക്കൊരു പഴമൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇവക്കുള്ള ഫുഡ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹോട്ടലിൽ. അപ്പോൾ അവിടെ പോയിട്ട് അത് കൊടുക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടാവുക, അവൾക്ക് കൊടുക്കണമെങ്കിൽ കുറേ സമയം വേണമല്ലോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറുക്കടയിൽ നിന്ന് വരുമ്പോൾ ഐഡിയയിൽ നിന്ന് പാർസൽ കൊണ്ടുവന്നതാണ് ബിരിയാണി. അത് കഴിക്കണം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇവക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം അവരോട് അരക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ്. ഫുള്ള് വലിച്ചു വാരിയിട്ട് ഉണ്ടായിരുന്നു. 1/2 മണിക്കൂറായി ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ട് അല്ലേ. ഹസ്ബൻഡ് ബില്ലൊക്കെ എൻട്രി ചെയ്തിട്ട് ആള് ഫുഡ് കഴിക്കാൻ പോയി. 2 പേർക്കും ബിരിയാണി പാർസൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവക്കാണെങ്കിൽ ഉറക്കമൊന്നുമില്ല. സ്കൂൾ പിള്ളേരൊക്കെ പോകുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. എത്രയോ വലിയ വേദന സഹിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്രസവ വേദനയെക്കാളും വലിയ വേദന ഇല്ല എന്നാണല്ലോ പറയാറ്. അപ്പോൾ എന്താ ആ ഒരു വേദന സഹിച്ച് എനിക്ക് ഈ ചെറിയൊരു സൂചി കുത്തുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പോൾ സൂചി കുത്തുന്നതല്ല, എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുവാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സൂചിയും ബ്ലഡ് എടുക്കുന്നെങ്കിലും നമുക്ക് ചെറിയൊരു വേദന ഉണ്ടാവും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് എടുക്കുവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ ചെയ്യാമെന്നും വിചാരിച്ചിന് കുറേ ലേറ്റ് ആക്കണ്ടെന്നും തോന്നി. അതുകൊണ്ടാണ് ബ്ലഡ് എടുക്കുന്നുള്ളത്. അപ്പോൾ വേദന ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഞാനാണെങ്കിൽ ബ്ലഡ് എടുക്കുമ്പോഴും ഇഞ്ചക്ഷൻ വെക്കുമ്പോഴൊന്നും ആ ഭാഗത്തേക്കേ നോക്കാറില്ല, കാരണം അപ്പോൾ നമുക്ക് നല്ലോണം പേടിയാവും. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവക്കാണെങ്കിൽ ഉറക്കം ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ മുകളിൽ വന്നതേ ഉള്ളൂ. ഇത്രയും സമയം താഴെ തന്നെ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ കിയാരയാണ്. ആള് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെന്താ എന്ത് അപ്പോൾ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തു. ഷുഗർ നോർമലാണ്. അപ്പോൾ ഷുഗർ എന്താ ടെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഷുഗർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡെലിവറിൻ്റെ സമയത്തൊക്കെ ഹൈ ഷുഗറായിട്ട് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങുന്നില്ല. ഇനി എന്തായാലും അവളെ ഒന്ന് ഉറക്കണം, എനിക്ക് കുറച്ച് ഉറങ്ങണം.